ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഏകദേശം 2 മാസം കഴിഞ്ഞു കേട്ടോ. അതായത് കറക്റ്റ് ഡേറ്റ് പറയുകയാണെങ്കിൽ April 9. അതായത് നമ്മുടെ വോട്ടൊക്കെ ചെയ്ത് ആ ഒരു ഡേയിൽ അന്നെടുത്തത്. എന്തുകൊണ്ട് ഞാൻ പോസ്റ്റ് ചെയ്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വോട്ട് ചെയ്ത ഡേ കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന വിചാരിച്ചിട്ട് പെൻഡിങ്ങിൽ ഇട്ടാണ്. പക്ഷെ എനിക്കിപ്പോ ഒരു ആഗ്രഹം ഇതൊന്ന് പോസ്റ്റ് ചെയ്യണമെന്ന്, അതുകൊണ്ട് പോസ്റ്റ് ചെയ്യണം. കാര്യം വേറൊന്നുമല്ല, എനിക്ക് വിഷുവിനൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. സോ അതിന്റെ മുന്നേ എന്റെ മുടി ഒന്ന് ലെവലാക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞത്, എന്ന് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സെയ്തലവി, മൂപ്പരടുത്തേക്ക് കുഞ്ചാക്ക ബോബൻ വരെ വോട്ട് ചെയ്തു. പക്ഷെ ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എന്തുകൊണ്ട് വോട്ട് ചെയ്തില്ല എന്ന് എന്റെ മനസ്സിൽ ഇപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് അറിഞ്ഞുകൂടാട്ടോ. പക്ഷെ ഞാൻ പഞ്ചായത്ത് തല വോട്ടിങ് ചെയ്തിരുന്നു. അന്ന് എനിക്കൊരു മൂഡ് ഉണ്ടായിരുന്നു, ഇന്ന് എനിക്കൊരു മൂഡ് ഉണ്ടായിരുന്നു. അതിന് കാരണം എന്താന്ന് വെച്ചാൽ, രാത്രി എനിക്ക് കുറച്ച് ഡിപ്രഷൻ വന്നു. സോ ഞാൻ കുറച്ച് കരയൊക്കെ ചെയ്തുകൊണ്ട് രാവിലെ എനിക്ക് നീക്കാൻ തോന്നിയില്ല. രാവിലെ നേരത്തെ നീറ്റിട്ട് അച്ഛനും അമ്മയും പോയിട്ട് വോട്ട്. ഞാനൊരു പാതിരാക്കോഴിയാണ് ഗൈസ്. എനിക്ക് രാത്രിയാണ് ഡിപ്രഷൻ വരാം. പിന്നെ രാവിലേക്ക് എന്റെ കണ്ണുമൊക്കെ ഇങ്ങനെ വല്ലാണ്ട് ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒന്നുമില്ലെങ്കിൽ എന്റെ ഫേസ് ഒന്ന് ക്ലിയർ ചെയ്യണം, അല്ലെങ്കിൽ ത്രെഡ് ചെയ്യണം, ഹെയർ കട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ തോന്നും. സോ ഇപ്പൊ കട്ട് ചെയ്യാൻ ഇത്രേ ഹെയർ ഉള്ളൂ, അതൊന്ന് ലെവലാക്കാലോ. പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ മറ്റൊരു കാരണം കൂടെ ഉണ്ട് ഗൈസ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആളുകൾക്ക് ലോകത്ത് എന്തൊക്കെ നടക്കുന്നുണ്ട് അതൊന്നുമല്ല വിഷയം, എന്റെ മുടി എന്താ വളരാത്തേ എന്നാണ് പ്രശ്നം. അപ്പൊ ഞാൻ പറഞ്ഞു അത്യാവശ്യം ലെങ്തി ആയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അതിന്റെ ഇടയ്ക്കൊന്ന് ഹെയർ കട്ട് ചെയ്തു. ഞാൻ പറഞ്ഞത് അവർക്ക് മനസ്സിലായോ എന്ന് എനിക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് ആ ആന്റിമാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. എന്നെ ഈ പുതപ്പൊക്കെ വെച്ചിട്ടേ മുടി വെട്ടാനിരുത്തിയപ്പോ എന്നെ എന്തോ ചെയ്യാണെന്ന് വിചാരിച്ച് രുദ്രു ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. ഞാനിപ്പോ ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞാലേ, പ്രസാദേട്ടന്റെ ആയിക്കോട്ടെ എന്റെ ആയിക്കോട്ടെ, ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ചോദിക്കും, എന്താ അപ്പൊ എന്റെ കോലെങ്ങനെ? പ്രസാദേട്ടനാണെങ്കിൽ മുടി വളർത്തുന്നുണ്ട്, ഞാനാണെങ്കിൽ മുടി വെട്ടിയിട്ട്. അപ്പൊ ഞാൻ പറയും, ഞാനൊന്ന് മൊട്ട അടിച്ചതാണ്. ആക്ച്വലി ഞാൻ എന്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഹെയർ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു വഴിപാടിന്റെ പേരിലാണ് എന്ന്. അത് തികച്ചും എന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അതിന് ഞാൻ ആരോടും സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും ചോദിച്ചിട്ടില്ല. ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ എനിക്ക് അങ്ങനെ തോന്നി, ഞാൻ ആ വഴിപാട് നേർന്നു, അത്രേ ഉള്ളൂ. സോ അതിന്റെ നല്ല വശം കാണാതെ ചില ആള് ഞാൻ ചെയ്ത പ്രവർത്തിക്ക് പറഞ്ഞത് എന്താണെന്നറിയാം, അത് വഴിപാടൊന്നുമല്ല, അവൾക്ക് മുടി ഇഷ്ടമല്ല, അതുകൊണ്ട് അവള് മൊട്ടയടിച്ചു. ഇതൊരു കരക്കമ്പി പോലെ എനിക്കിതൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്. എന്നെ തളർത്താൻ ശ്രമിച്ചവരുടെ മുന്നിൽ ഞാൻ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് ചെയ്യുമെന്ന് അവർ വിചാരിച്ചിട്ട്, ഏത് നമ്മുടെ മുടി മൊട്ടയടിച്ചതേ. സോ ഡിയർ ഗോസിപ്പ് ഗാങ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതിലും വലുത് നിങ്ങൾക്ക് എന്റെ കയ്യിൽ നിന്ന് ഇനി പ്രതീക്ഷിക്കാം. ഇതൊക്കെ ഇപ്പൊ എന്തിനാ ഞാൻ പറയണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. ഇതൊക്കെ എന്നോട് പറഞ്ഞ ആൾക്കാരോട്, അതായത് ഡയറക്ട്ലി എന്നോട് സംസാരിച്ച ആൾക്കാരോട് ഞാൻ തിരിച്ചു പറഞ്ഞ മറുപടികളാണ്. എന്നിട്ടും ഒരു കോമൺ സെൻസ് ഇല്ലാതെ ഇവർ ഇതന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഒരു വീഡിയോ ചെയ്യാന്ന് ഞാനും വിചാരിച്ചു. ശരിക്കും ഇങ്ങനത്തെ ആളുകൾക്ക് ലോങ് വീഡിയോ ആണ് ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ ഷോർട്ടിൽ ഒതുക്കി. ഇനി ഒരു അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഒരു ലോങ് വീഡിയോ ചെയ്യൂട്ടോ. കൂട്ടത്തിൽ നമ്മൾ രുദ്രുവിന്റെ മുടിയും കൂടെ ഒന്ന് വെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഒന്ന് ലെവലാക്കിയിട്ടുണ്ടായിരുന്നു. വെൽ ഡ്രസ്ഡ് ആയി പോയ ആള് ഇപ്പൊ തിരിച്ചു പോകുന്നത് ഈ ഒരു അവസ്ഥയിലാണ് കേട്ടോ ഗൈസ്. അപ്പൊ അത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.